ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോ എന്തായി എന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നവ്യ പറയാണ്, അമ്മ എല്ലാത്തിനും സാക്ഷിയാണ്. ഞാനല്ലേ അമ്മയെ ഡിസൈൻ വരച്ചത്? അതേ മൂർത്തി സാറേ, ഞങ്ങൾ പറയാൻ വേണ്ടി ശ്രമിച്ചപ്പോഴൊക്കെ നയന തടയുകയായിരുന്നു. അപ്പം മുത്തശ്ശൻ പറയാണ്, എല്ലാം ഇങ്ങനെ ഉള്ളിലൊതുക്കി നടക്കേണ്ടയാളല്ല മോള്. അത് കാരണം ഇവിടെ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോളുടെ ആ സ്വഭാവം മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആദർശിൻ്റെ അമ്മ പറയാണ്, ഇപ്പോഴും ഇവരൊക്കെ പറഞ്ഞതേ ഉള്ളൂ, അതിന് തെളിവൊന്നുമില്ലല്ലോ. അപ്പോൾ അച്ഛൻ പറയാണ്, നീ പോയി അബിയോടും ജലജയോടും ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ. അവരെണീക്കുമ്പോഴത്തേക്ക് തന്നെ അവർ മേലെ നിന്ന് താഴെ ഇറങ്ങി വരികയാണ്. അപ്പം നവ്യ പറയാണ്, പാർട്ടിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി വരിക അമ്മയും മോനും. അപ്പം മുത്തശ്ശൻ ചോദിക്കുകയാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട്, ആ ഡിസൈൻ നീ തന്നെയാണോ വരച്ചത്? അപ്പം മകൻ അമ്മയെ നോക്കുകയാണ്. അപ്പം അമ്മ പറയാണ്, ഇവൾ വന്ന് പറഞ്ഞു കാണും ഇവളുടെ അനിയത്തിയാണ് വരച്ചതെന്ന്. കള്ളം പറയാൻ ഇതുപോലെ മിടുക്കരായ ആൾക്കാർ ലോകത്തെങ്ങും കാണില്ല. അപ്പം നയന പറയാണ്, ഞങ്ങൾ കള്ളം പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ചും എൻ്റെ ചേച്ചി. എന്നാൽ ഇവിടെ ഇനിയിപ്പം സത്യം പറയാതിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. എനിക്ക് ആ ഡിസൈൻ വരച്ച് വലിയ ആളാവണമെന്നൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവർ രണ്ടുപേരും കൂടി ഒരുപാട് നിർബന്ധിച്ചപ്പോഴാണ് ഞാനത് വരയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കിയത്. അപ്പോൾ ഇത് കേട്ട് അച്ഛൻ പറയാണ്, എന്നിട്ട് ആ ഡിസൈൻ വെച്ചപ്പോൾ മോൾക്ക് പറഞ്ഞുകൂടായിരുന്നോ മോള് വരച്ചതാണെന്ന്? അപ്പം നവ്യ പറയാണ്, ഞാൻ ആ ഡിസൈൻ വരക്കാമെന്ന് പറഞ്ഞപ്പോൾ ആദർശേട്ടൻ അവളെ കളിയാക്കി. അതുകൊണ്ട് ഇനി വരച്ചത് ശരിയായില്ലെങ്കിൽ എല്ലാവരും കൂടി കളിയാക്കുമെന്ന് ഭയന്നാ ഞാനത് ആരും കാണാതെ കൊണ്ടുപോയി ടേബിളിൽ വെച്ചത്. അപ്പോൾ അബിയുടെ അമ്മ പറയാണ്, എന്നാലും ഏതൊക്കെ രീതിയിലാണ് നീ കള്ളം പറയുന്നത്? ഒരു കള്ളം പറഞ്ഞിട്ട് അതിൽ പിടിച്ചു നിൽക്കാൻ 1000 കള്ളങ്ങൾ പറയരുത്. ഇങ്ങനത്തെ ഒക്കെ ആൾക്കാർ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ നവ്യ പറയാണ്, അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. മറ്റുള്ളവരുടെ കഴിവിനെ ചൂഷണം ചെയ്യുന്ന ഒരമ്മയും മകനെയും ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. നിർത്തടി, സ്വന്തം ഭർത്താവിൻ്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാനാ എല്ലാ ഭാര്യമാരും ശ്രമിക്കുക. അത് നിനക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി നീ ഒരു വലിയ കള്ളം ചെയ്തു. പിടിക്കപ്പെട്ട ശേഷം നിന്നോട് അതിൻ്റെ വെറുപ്പിവനുണ്ട്. അതുകൊണ്ട് ഇവനും നിന്നെ പോലെ കള്ളം പറയുമെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിനക്കത് വരുത്തി തീർക്കണം. അതിനല്ലേ നീ ശ്രമിക്കുന്നത്? അപ്പോൾ മുത്തശ്ശൻ എണീറ്റിട്ട് പറയാണ്, തർക്കം വേണ്ട, ആരാണ് വരച്ചത് എന്ന് കണ്ടുപിടിക്കാൻ വളരെ നിസ്സാര. അതെ, ആ ഡിസൈൻ വരച്ചത് ആദർശ് പറയാണ്, ആ ഡിസൈൻ വരച്ചത് നയനയാണോ അബിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും അതേപോലെ തന്നെ വേറൊരു ചിത്രം വരക്കണം. അതൊന്നുകൂടി വരക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അബിയും അമ്മയും ഒന്ന് ഞെട്ടി. അത് കേട്ടപ്പോൾ നവ്യയ്ക്കും അമ്മയ്ക്കും സന്തോഷമായി, അവർക്ക് ചിരി വന്നു. അപ്പോൾ അബി പറയാണ്, എനിക്ക് ഒരിക്കൽ വരച്ചത് വീണ്ടും വരയ്ക്കാൻ വേണ്ടി വലിയ പ്രയാസമാണ്. അപ്പം മുത്തശ്ശൻ, അതുപോലെ വരക്കണ്ട, അതിൻ്റെ അടുത്തെങ്കിലും എത്താൻ പറ്റില്ലേ? അപ്പോൾ ആദർശിൻ്റെ അമ്മ പറയാണ്, നിനക്കതിന് പറ്റുമോ? അപ്പം നയന പറയാണ്, വീണ്ടും വരക്കുമ്പോൾ അതേപടി ആവണമെന്നില്ല, ഒന്നിക്കുണ്ടെങ്കിൽ അതിനേക്കാൾ നന്നായിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് മാറ്റം വരും, എങ്കിലും അതിൻ്റെ അടുത്തെത്തിക്കാൻ എനിക്ക് പറ്റും. അപ്പം അച്ഛൻ പറയാണ്, കേട്ടല്ലോ നയന മോള് പറഞ്ഞത്, അപ്പം നിനക്കെന്താ ഒരു വിഷമം? ഞാൻ പറഞ്ഞല്ലോ, ഞാനത് നെറ്റിൽ നോക്കിയാണ് റെഡിയാക്കിയത്. നിന്നെ കൊണ്ടാവും പോലെ റെഡിയാക്കി എടുത്താൽ മതി. ആദർശേ, 2 പേർക്കും പേപ്പറും പെൻസിലും കൊടുക്ക്, 2 പേരും വരച്ച് കാണിക്കട്ടെ. അതെ, ഇവൻ നെറ്റിൽ നോക്കി വരച്ചതാ, ആ ഡിസൈൻ എന്താണെന്ന് ഇവൾ മനസ്സിലാക്കി കഴിഞ്ഞില്ലേ? അതുകൊണ്ട് ഇവൾക്കും അത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞതാ. അത് വരച്ചു എന്ന് പറഞ്ഞ ഇവന് അതിന് പിന്നെ വീണ്ടും വരക്കാൻ വേണ്ടി കഴിയില്ലേ? ഞാൻ നെറ്റിൽ പോയി ഒന്നുകൂടി സെർച്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ആദർശ് പറയാണ്, നീ അവിടെ പോയി നെറ്റിൽ നോക്കി സെർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ലാപ്ടോപ്പ് ഇവിടെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാം, നീ ഇവിടെ ഇരുന്ന് ചെയ്താൽ മതി. മുത്തശ്ശൻ പറയാണ്, 2 പേരും വരച്ചു തുടങ്ങിക്കോ. ഞാൻ അമ്മയുടെ അടുത്ത് വരക്കാൻ വേണ്ടിയിരുന്നു. അമ്മയ്ക്ക് നല്ല സന്തോഷവും ചിരിയുമുണ്ട്. അബിക്കാണെങ്കിലോ എന്താ വരക്കേണ്ടത് എന്ന് തന്നെ തിരിയുന്നില്ല, പെൻസിലും കൈ പിടിച്ചിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ നോക്കുകയാണ്. അമ്മയെ നോക്കി വിഷമിക്കുന്ന അബിയെ നോക്കിയിട്ട് നവ്യ ചിരിക്കുകയാണ്. അച്ഛൻ ആദർശിനോട് പറയാണ്, ഇത് നയനമോള് തന്നെ വരക്കാനാ സാധ്യത. ഇവൻ പിന്നെ എന്തിനാ ഇങ്ങനെ കള്ളം പറഞ്ഞേ എന്നാണ് മനസ്സിലാവാത്തത്. അമ്മ പറയാണ്, മോളെ നന്നായിട്ട് വരക്കണേ. അപ്പോൾ അവൾ പറയുന്നു, ഒരിക്കൽ വരച്ചതല്ലേ അമ്മേ, അതുകൊണ്ട് പെട്ടെന്ന് വരക്കാൻ വേണ്ടി പറ്റും. നവ്യയുടെ അമ്മ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിച്ചു കൊടുക്കുകയാണ്. അബി വരയ്ക്കുന്നത് കാണിച്ചു കൊടുക്കുകയാണ്. അബി അമ്മയെ നോക്കി വിഷമിക്കുകയാണ്. നയന ഏകദേശം വരച്ച് കഴിയാറായി. അങ്ങനെ നയന ചിത്രം വരച്ച് കഴിഞ്ഞ് മുത്തശ്ശൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ മുത്തശ്ശൻ അത് നോക്കിയിട്ട് ആദർശിൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ അവനോട് അവിയെടുത്ത് പോയി ചോദിക്കണം, നീ വരച്ചത് എവിടെ? അപ്പോൾ അമ്മ പറയാണ്, എന്താ സംഭവിച്ചത്, ഇനിയെങ്കിലും ഒന്ന് സത്യം പറ.
സൂപ്പറായിട്ടുണ്ട്, ഇതാ മോളെ എന്ന് പറഞ്ഞ് അവൾ വരച്ച പടം അവളുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് അബിയോട് ചോദിക്കാണ്, നീയാണോ അത് വരച്ചത്? നീ നെറ്റിൽ നോക്കി കണ്ടെത്തിയതാണോ ആ ഡിസൈൻ? മുത്തശ്ശൻ ചൂടാവുകയാണ്. മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരടി കിട്ടി അബിക്ക്. അവൻ്റെ അമ്മയോട് കൂടി പറയാണ്, നിനക്കുള്ളത് കൂടി ചേർത്താ ഇവന് കൊടുത്തത്. ഇത് എത്രാമത്തെ തവണയാണ് ഇവൻ കള്ളം പറയുന്നത്? പിന്നെ അച്ഛൻ ചോദിക്കുകയാണ്, പിന്നെ എന്തിനാ നീ നവ്യയെ കുറ്റം പറയുന്നത്? നവ്യ ചെയ്ത തെറ്റിനെ ഇവിടെ ആരും ന്യായീകരിക്കുന്നില്ല. പക്ഷേ നവ്യയെ വിമർശിക്കാനുള്ള അർഹത നിനക്കുണ്ടോ? പറ, അതിനുള്ള അവകാശം നിനക്കും നിന്റെ അമ്മയ്ക്കും ഉണ്ടോ? ആദർശ് ചൂടായി. എന്താടാ ഒന്നും പറയാത്തത്? നിനക്ക് കമ്പനിയുടെ ടോപ്പിൽ എത്തണം അല്ലേ? വളഞ്ഞ വഴിയിൽ കൂടി പോകുന്ന നിന്നെ ആ സ്ഥാനത്ത് ഇരുത്തിയിട്ട് വേണം കമ്പനി പൂട്ടിക്കെട്ടാൻ. അപ്പം മുത്തശ്ശൻ പറയാണ്, ഇന്നത്തെ പാർട്ടി ക്യാൻസൽ ചെയ്യണ്ട. ആ പാർട്ടിക്ക് പക്ഷെങ്കിൽ ഇവനും ഇവൻ്റെ അമ്മയും വരണ്ട. ബാക്കി എല്ലാവർക്കും അതിൽ പങ്കെടുക്കാം. അപ്പോൾ നയന പറയാണ്, അത് മറ്റൊരു ദിവസത്തേക്ക് മതി മുത്തശ്ശ, ഇന്നിനിയിപ്പം വേണ്ട. മുത്തശ്ശൻ ആദർശിനോട് പറയാണ്, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഈ മോളെ നിനക്ക് കിട്ടിയത് ഭാഗ്യ. അത് നിനക്ക് മാത്രമല്ല, ഈ കുടുംബത്തിന് കിട്ടിയ സൗഭാഗ്യമാണ് നയന മോള്. അതെവിടെയും ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയും. മുത്തശ്ശൻ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്ത് പിന്നെ നയന പുറത്തേക്ക് പോയി. അപ്പോൾ അവിടെ ആദർശ് പോയിട്ട് പറയാണ്, നയന, നിന്നെ എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്തു. ഞാൻ അവിടെ വെച്ച് ദേഷ്യപ്പെട്ടില്ല. ഇതൊക്കെ അറിഞ്ഞിട്ടും പക്ഷേ എങ്കിലും ഇതൊക്കെ അറിഞ്ഞിട്ടും നീയൊരു വലിയ സംഭവമാണെന്ന് എനിക്ക് തോന്നിയില്ല. അങ്ങനെ പറയണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതെ, മറ്റൊന്നും കൊണ്ടല്ല. നീ എന്തിനാ എന്നോട് കള്ളം പറയുന്നത്, സത്യങ്ങൾ മറച്ചു വെക്കുന്നത്? ആ ആദർശേട്ടൻ കാണിച്ച ഡിസൈൻസ് ഒന്നും ശരിയാവാതെ വന്നപ്പോൾ നമ്മുടെ മുത്തശ്ശൻ ഉൾപ്പെടെ എല്ലാവരും വിഷമിക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ എൻ്റെ അമ്മയും ചേച്ചിയും നിർബന്ധിച്ചപ്പോൾ എന്നാ ഒന്ന് ശ്രമിച്ചു നോക്കണമെന്ന് എനിക്കും തോന്നി. ജയിക്കുമെന്ന് ഉറപ്പൊന്നുമില്ലായിരുന്നു. എന്നാലും നീ ജയിച്ചില്ലേ, പിന്നെന്താ പറയാതിരുന്നത്? അത് പിന്നെ ആദർശേട്ടനും മുത്തശ്ശനും ഒക്കെ സന്തോഷമല്ലോ. അതല്ലേ എൻ്റെ സന്തോഷം. ആ സന്തോഷത്തിന് കാരണക്കാരിയായത് നീയാണെന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് പറയാണ് ആദർശ്. നീ കൂടുതൽ ത്യാഗമൊന്നും ചെയ്യണ്ട കേട്ടോ. ഒരു കള്ളനെ ഇതിൻ്റെ പേരിൽ ഇപ്പോൾ പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ അത് കൂടുതൽ ദോഷം ചെയ്തേനെ. എൻ്റെ അച്ഛനും മുത്തശ്ശനുമൊക്കെ അവനെ കമ്പനിയുടെ തലപ്പത്ത് കൊണ്ടുവന്നിരുന്നെങ്കിൽ അത് കമ്പനിയുടെ വളർച്ചയെ ബാധിച്ചേനെ. എൻ്റെ തൊട്ട് താഴെ ഇരിക്കേണ്ടവൻ അനിയാണ്, അല്ലാതെ അവനല്ല. അതേപ്പറ്റി അമ്മയും നവ്യച്ചയൊക്കെ പറഞ്ഞപ്പോഴാ എനിക്കും ശരിക്കും മനസ്സിലായത്. നവ്യ പോലും ഇപ്പം അവനെയും അവൻ്റെ അമ്മയും അനുകൂലിക്കുന്നില്ല. നീ ഇപ്പോൾ ഈ ക്രെഡിറ്റ് അനിക്കാണ് കൊടുത്തിരുന്നതെങ്കിൽ എനിക്ക് സന്തോഷമായേനെ. നമ്മൾ ചെയ്യുന്ന കർമ്മം മറ്റൊരാൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ സന്തോഷം അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാ. എങ്കിലും ഇതുപോലെ കഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ക്രെഡിറ്റ് മറ്റൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് അർഹതയുള്ളവർക്ക് കൊടുക്കണം. ഇനി ഞാൻ ഇങ്ങനെയൊന്നും ആവർത്തിക്കില്ല ആദർശേട്ടാ. നിനക്ക് എന്ത് വേണം ഈ ഡിസൈന്? എനിക്കൊന്നും വേണ്ട. ഒന്നും വേണ്ടേ? അങ്ങനെ ചോദിച്ചാൽ വേണം. എന്താ വേണ്ടത് നിനക്ക്? ആദർശേട്ടൻ്റെ സ്നേഹം. അത് കിട്ടാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ ചോദിച്ചത്. എന്നെ ഒരു ഭാര്യയായിട്ട് കാണണ്ട, പക്ഷേ എന്നെ ഒന്ന് സ്നേഹിച്ചൂടെ? അപ്പോൾ ആദർശ് പറയാണ്, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്ന് എനിക്കറിയില്ല. എപ്പോഴൊക്കെയോ എനിക്ക് നിന്നോട് സ്നേഹം തോന്നിയിരുന്നു. എന്നാൽ അതിനേക്കാൾ വെറുപ്പുണ്ടാകുന്ന സംഭവങ്ങൾ പിന്നീടുണ്ടായി. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം മനസ്സാണ്. നിന്നോടെനിക്ക് നേരത്തെ പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ, കല്യാണശേഷം നീ എൻ്റെ ഭാര്യയായിരുന്നു എന്നുള്ള തോന്നലുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ചേർത്ത് പിടിച്ചേനെ. ഇന്നത്തെ ദാമ്പത്യ ജീവിതത്തെപ്പറ്റി ശരിക്ക് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് 1 or 2 കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ പിന്നീടെല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്നാണ്. മുത്തശ്ശനും മുത്തശ്ശിയും ജീവിക്കുന്നത് പോലെ, എൻ്റെ അച്ഛനും അമ്മയും പരസ്പരം ഇഷ്ടപ്പെടുന്നത് പോലെ സ്നേഹവും പ്രണയവും ഒന്നും ഇപ്പോൾ കാണുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ നയന പറയാണ്, അതിനെപ്പറ്റിയൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. എനിക്കിത്തിരി സ്നേഹം തന്നു കഴിഞ്ഞാൽ കടലോളം സ്നേഹം തിരിച്ചു തരാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ മനസ്സിൽ ഒരു തിരയുണ്ട്, അതിങ്ങനെ അലയടിച്ചുകൊണ്ടേയിരിക്കുക. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നിമിഷം എൻ്റെ ഭർത്താവ് എന്നെ ചേർത്ത് പിടിക്കുന്ന നിമിഷമായിരിക്കും. അത് മുത്തശ്ശനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, ഉള്ളിൽ തട്ടിയുള്ള സ്നേഹം. കൂടെ എന്നെ ചേർത്ത് പിടിക്കുന്ന നിമിഷം. അപ്പോൾ അഭി പറയാണ്, ആദർശ് പറയാണ്, അതിനു മുമ്പേ എൻ്റെ മനസ്സിൽ നീ ഇടം കണ്ടെത്തിയിട്ടില്ല. നിന്നെ എനിക്കിഷ്ടമാണ്. നീ മറ്റുള്ളവരോട് ആത്മാർത്ഥതയുള്ള പെൺകുട്ടിയാ. അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എല്ലാവർക്കും ഓരോരോ സങ്കല്പങ്ങളുണ്ട്. അതിനെതിരായി വിധി വരുമ്പോൾ ചിലപ്പോൾ നിരാശയുണ്ടായെന്ന് വരാം. ഞാനീ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആദർശേട്ടൻ വേറെ കല്യാണം കഴിക്കുമോ? അപ്പോൾ ആദർശ് പറയാണ്, അതേപ്പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല.
എന്നാൽ എനിക്കൊരു കാര്യം ഉറപ്പാ, എല്ലാ അർത്ഥത്തിലും അകലമുണ്ടെങ്കിലും ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആദർശേട്ടൻ മറ്റൊരു വിവാഹത്തെപ്പറ്റി ചിന്തിക്കില്ല. പ്രത്യേകിച്ചും ഈ താലി എൻ്റെ കഴുത്തിൽ കിടക്കുമ്പോൾ. ഇത് വെറും താലിയല്ല, 2 തവണ കെട്ടിയ താലിയാ. പിന്നെ അമ്മ വന്ന് നബിയോട് ചോദിക്കുന്നതാണ് കാണിക്കുന്നത്. നബിയോട് ചോദിക്കുകയാണ്, എന്താ മോളെ ആലോചിക്കുന്നേ? ഞാൻ ചിന്തിക്കുകയാണ്, എന്തൊരു ചതിയാണ് ഞാൻ നബിയോട് ചെയ്തത്, സോറി നയനയോട് ചെയ്തത്. ഇടയ്ക്ക് ഞാനൊരു കള്ളക്കളി കളിച്ചില്ലായിരുന്നെങ്കിൽ അവൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമായിരുന്നോ? അതൊന്നും സാരയില്ല മോളെ, ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട. ഒറ്റ മോളേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ളവരെ ആദ്യം തെറ്റിദ്ധരിപ്പിച്ചത് അമ്മയല്ലേ? അപ്പം പിന്നെ നീ പരസ്പരം പഴിയാറിയിട്ട് കാര്യമൊന്നുമില്ല. പാവം നയന മോള് എല്ലാ അർത്ഥത്തിലും നിരപരാധിയാ. ഇതിലങ്ങേയറ്റം വേദനയും അമ്മയ്ക്കുണ്ട്. പക്ഷേ ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നിൽ ആ ഒരൊറ്റ സാധന, ആ ജലജ. അത് ശരിയാ, അബിയെ വഴിതെറ്റിക്കുന്നതും അവരൊറ്റ ഒരുത്തിയാ. അവർക്ക് മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഷോക്ക് കൊടുക്കുക വേണ്ടത്. അപ്പോൾ അമ്മ നബിയോട് പറയാണ്, ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഷോക്ക് കൊടുത്താലോ? അതെങ്ങനെയാമ്മേ? അതിനൊക്കെ ഒരു മാർഗമുണ്ട്. അവളുടെ മൊബൈൽ ചാർജറിൽ ചെറിയൊരു പണി ചെയ്തു കഴിഞ്ഞാൽ സംഗതി നടക്കും. അപ്പം നബിയ പറയാണ്, അങ്ങനെ പറ്റുമെങ്കിൽ അത് ചെയ്യണം അമ്മേ. എന്തെങ്കിലും ആപത്തുണ്ടാവോ? ഏയ്, അങ്ങനെ ആപത്തൊന്നും ഉണ്ടാവില്ല. പിന്നെ തലക്കൊരു വെളിവുണ്ടാവും. മോളുടെ അച്ഛന് അത്യാവശ്യം മൊബൈൽ റിപ്പയറിംഗ് ഒക്കെ അറിയാലോ. അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് പഠിച്ചതാ. അത് നമുക്ക് ഇവിടെ ഒന്ന് പ്രയോഗിച്ച് നോക്കാം. മൊബൈൽ ചാർജ് ചെയ്യാൻ അവൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഷോക്ക് അടിച്ചിരിക്കും. അങ്ങനെ ഒരു വിദ്യ അറിയായിരുന്നെങ്കിൽ നമുക്ക് മുന്നേ ചെയ്യാമായിരുന്നില്ലേ? ഓർത്തില്ല. എന്നാൽ ഏതായാലും അമ്മ വാ. അവർ ജ്യൂസ് അടിക്കുകയാണ് ജലജ. അവരടുക്കളയിലാ. ദാ ഈ ഇരിക്കുന്നത് അവരുടെ മൊബൈലാ. അതെ, നമുക്ക് ഇത് ആദ്യം ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്യട്ടെ? താ പിടിക്ക്, ഓഫ് ചെയ്. അമ്മയെ സൂക്ഷിച്ച്, നോക്ക് വേഗം. അങ്ങനെ അവരൊരു പണി ഒപ്പിച്ചിട്ട് അവരവിടെ നിന്ന് മുങ്ങി. അങ്ങനെ ജ്യൂസുമായിട്ട് വന്ന് കൊടുത്തത് നവ്യക്കും അവരുടെ അമ്മയ്ക്കുമാണ്. അപ്പോൾ നവ്യ പറയാണ്, അങ്ങനെ നല്ല പിള്ളയായി അല്ലേ, ആവാതെ പറ്റില്ലല്ലോ. നിന്നെയും നിന്റെ മോളെയും സൽക്കരിക്കണം എന്നാണല്ലോ മുകളിൽ നിന്നുള്ള ഓർഡർ. അതനുസരിച്ചില്ലെങ്കിൽ തല പോകുമല്ലോ. അപ്പോൾ നബിയുടെ അമ്മ പറയാണ്, ആരെയെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ അനുസരിക്കുന്നത് നല്ലതാ. അപ്പോഴേക്കും അവർ ഫോൺ നോക്കിപ്പോയി. എന്നിട്ട് പറയാണ്, ഞാനിത് ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചതാണല്ലോ, ആരാ ഇത് ഊരി മാറ്റിയത്? ഇത് കേട്ടപ്പോൾ അവർ രണ്ടുപേരും ജ്യൂസുമായി പുറത്തേക്ക് അടുക്കളയിലേക്ക് പോയി. എല്ലാം ഒളിച്ച് നോക്കുകയാണ്. ഇതിൽ ചാർജ് ഉണ്ടല്ലോ. അവർ പറയാണ്, ചാർജ് ചെയ്യുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. മൊത്തത്തിൽ പൊളിഞ്ഞോ? സാരമില്ല, അവളെപ്പോഴെങ്കിലും ചാർജ് ചെയ്യുമല്ലോ. അപ്പോൾ സംഭവിച്ചതോ, നേരെ വന്ന് നയനയാണ് അതിൽ കുത്തിവെക്കാൻ വേണ്ടി പോയത്. അപ്പം നയനക്കാണ് ഷോക്ക് അടിച്ചത്. അവർ രണ്ടുപേരും മറിഞ്ഞു നിന്നിടത്തുനിന്ന് വീണ്ടും വന്ന് നോക്കുകയാണ്. അപ്പോൾ ജലജ ഇങ്ങോട്ടെന്ന് പറയാണ്, ഷോക്ക് അടിക്കട്ടെ, പൊറുതി അങ്ങനെ തീരുവാണെങ്കിൽ തീരട്ടെ. ഷോക്കടിക്കുന്ന നയനയെ കണ്ടു വന്ന ആദർശ് എന്തോ ഒരു സംഭവം എടുത്തിട്ട് ഫോണിലേക്ക് അടിച്ചു. അപ്പോഴാണ് അവൾ തെറിച്ചു വീണത്. ആദർശിൻ്റെ അടിയിൽ ആദർശം മുകളിൽ അവളുമായിട്ടാണ് വീണത്. നയനയ്ക്ക് സന്തോഷമായി. അങ്ങനെ അവർ രണ്ടുപേരും കുറച്ച് സമയം അവിടെ തന്നെ കിടന്നു. അതിനുശേഷം ആദർശ ആ ഷോക്കിലാണുള്ളത്, അവൻ്റെ മുകളിൽ വീണതിൻ്റെ. അപ്പോൾ നവ്യയുടെ അമ്മ ഒളിഞ്ഞു നിന്നിടത്തുനിന്ന് പറയാണ്, ഷോക്കടിച്ചതാണെങ്കിലും എന്താ, രണ്ടുപേരും ഒന്നായില്ലേ? ഇനി നമ്മളിവിടെ നിൽക്കണ്ട, നമുക്ക് പോകാം. അവൻ അടിച്ച സമയത്ത് എന്തോ ഒരു സാധനം പോയി ജലജയുടെ തലയിലാണ് വീണത്. അപ്പോൾ ജലജ വന്നിട്ട് പറയാണ്, മനുഷ്യൻ്റെ തലയിൽ എന്തോ സംഭവം കൊണ്ടുപോയി ഇട്ടിട്ട് രണ്ടുപേരും കിടന്ന് സൊള്ളു അല്ലേ, പ്രേമിച്ചുകൊണ്ട് കിടക്കുക രണ്ടും അല്ലേ? അപ്പച്ചിക്ക് എന്താ പറ്റിയത്? റൊമാൻസിൻ്റെ ഇടയിൽ നീ അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അല്ലേ? നീ എടുത്തെറിഞ്ഞ ഫ്ലവർ വേസ് എൻ്റെ തലയിലാണ് വന്ന് വീണത്, തല പൊട്ടി. അപ്പോൾ നയന പറയാണ്, തലയിലല്ലേ, അത് കുഴപ്പമില്ല. കുഴപ്പമില്ലേ? അപ്പോൾ ആദർശ് പറയാണ്, അല്ല അപ്പോൾ തലക്ക് കുറച്ച് വെളിവുണ്ടാവും എന്നാണ് ഇവൾ പറയുന്നത്. ഭാര്യക്കൊപ്പം നിന്ന് അപ്പച്ചിയെ കളിയാക്കിക്കോ. മനഃപൂർവ്വം ഷോക്കടിപ്പിക്കാൻ ആരോ വയറ് കട്ട് ചെയ്ത പോലെ ഉണ്ടല്ലോ. എന്നെ നോക്കണ്ട, ഞാൻ വരുമ്പോൾ എൻ്റെ മൊബൈൽ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് പോയ മൊബൈലാണ്. എന്ന് വെച്ചാൽ മൊബൈൽ എടുത്തിട്ട് ഞാൻ ചാർജ് ചെയ്യണം എന്നായിരുന്നു ഇത് ചെയ്തവരുടെ ചിന്ത. അതുകൊണ്ട് തന്നെയാണ് അതങ്ങ് തിരിഞ്ഞു കൊത്തിയത്. എന്നെ പ്രതിയാക്കൊന്നും വേണ്ട, ഞാനങ്ങനെ മനഃപൂർവ്വം ഒരാളെ ദ്രോഹിക്കില്ലെന്ന് ആദർശേട്ടന് അറിയാം. ആദർശ് പറയാണ്, ഏതായാലും അപകടമൊന്നും ഉണ്ടായില്ലല്ലോ, അതൊരു ഭാഗ്യമായിട്ട് കരുതിയാൽ മതി. ആദർശ് പോയി. അപ്പോൾ നയനയോട് അവർ പറയാണ്, എടി നീ മനഃപൂർവ്വം എന്നെ കൊല്ലാൻ നോക്കിയതല്ലേ? അങ്ങനെയൊന്നും മരിക്കുന്ന ജാതകമല്ലല്ലോ അപ്പച്ചിയുടേത്. എന്നാൽ ആ ജാതകം തിരുത്തി എഴുതടി. സ്വഭാവം മാറ്റിയില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ തിരുത്തി എഴുതുന്നു വരും.
അതും പറഞ്ഞ് നയന പോയി. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നിന്ന് ജലജ തലയും തടവിയിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.